കഥ തുടർച്ചയിലേക്ക്. ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്, അവൻ പറഞ്ഞു. ഞാനൊരു മനുഷ്യക്കുട്ടനാവണേക്കാട്ടിലും സന്തോഷമുള്ള വേറെന്ത് കാര്യമാണ്? കുഞ്ഞൂട്ടൻ തിരക്കി. പറയാം, പക്ഷെ നീ ഇത് നമ്മുടെ മറ്റു കൂട്ടുകാരോടൊന്നും പറഞ്ഞേക്കരുത്, ഈർക്കിൽക്കുട്ടൻ ഓർമ്മിപ്പിച്ചു. ഇല്ല, നീയാണേ ഞാനാണേ സത്യം, അവൻ സത്യം ചെയ്തു. ഞാനേ രാത്രി രസകരമായൊരിടത്തേക്ക് പോവുകയാണ്. ലോകത്തെങ്ങും ഇത്ര സുഖകരമായ മറ്റൊരിടം ഉണ്ടാവില്ല, ഈർക്കിൽക്കുട്ടൻ പറഞ്ഞു. അതേത് നാടാ? കളി നാടെന്നാണ് അതിൻ്റെ പേര്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം, ഈർക്കിൽക്കുട്ടൻ ഓർമ്മിപ്പിച്ചു. ഏയ്, ഞാനില്ല. എൻ്റെ മാലാഖമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ ഇനി തെറ്റിക്കില്ല. തെറ്റിച്ചാൽ ഞാനൊരു നല്ല കുട്ടിയല്ലാതാവും, അവൻ ഒഴിഞ്ഞു മാറി. അല്ലേലും നീയൊരു വിഡ്ഢിയാണ്. നിനക്ക് ഇനി ഒരിക്കലും കളിനാട്ടിൽ പോകാനുള്ള അവസരം കിട്ടില്ല, ഈർക്കിൽക്കുട്ടൻ പിണക്കം നടിച്ചു. ആട്ടെ, എനിക്ക് അവിടുത്തെ പ്രത്യേകതകൾ ഞാനും കൂടെ ഒന്ന് അറിയട്ടെ, കുഞ്ഞൂട്ടൻ ചോദിച്ചു. കേട്ടോളൂ. അവിടെ പള്ളിക്കൂടങ്ങളില്ല, പാഠപുസ്തകങ്ങളില്ല, അധ്യാപകരില്ല, ആരുമൊന്നും പഠിക്കാൻ പറയേയില്ല. പിന്നെ അവിടെ എല്ലാ ദിവസവും ശനിയും ഞായറുമാണ്. വർഷം മുഴുവനും അവധി കിട്ടും. അവിടേക്ക് ഉടനെ ഒരു കഴുതവണ്ടി പോകുന്നുണ്ട്. അതിൽ നിറയെ കുട്ടികളുണ്ടാവും. നീ വരുന്നെങ്കിൽ നമുക്കും അവിടെ ചെന്ന് കാഴ്ചകൾ കണ്ടുപോരാം, ഈർക്കിൽക്കുട്ടൻ അവനെ പ്രലോഭിപ്പിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ കുഞ്ഞൂട്ടൻ്റെ മനസ്സ് മാറി. മാലാഖയ്ക്ക് കൊടുത്ത വാക്ക്, ഉറപ്പ് അവൻ പിന്നെയും മറന്നു. മാലാഖ അറിയാതെ കളിനാട്ടിൽ പോയി വരാമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാനും വരാം, പക്ഷെ നീ കളിനാടിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമല്ലേ, അവൻ ചോദിച്ചു. സത്യം, എന്നെപ്പോലെ നിന്നെപ്പോലെ ഈ പകൽ പോലെ സത്യം, ഈർക്കിൽക്കുട്ടൻ ഉറപ്പു നൽകി. നേരമിരുട്ടി. ഒരു വണ്ടിയുടെ ശബ്ദം അടുത്തടുത്തു വന്നു. കുഞ്ഞൂട്ടൻ കൗതുകത്തോടെ തലയുയർത്തി നോക്കി. 24 കഴുതകൾ വലിക്കുന്ന ഒരു വലിയ കാളവണ്ടി. അതിൽ നിറയെ പല പ്രായത്തിലുള്ള കുട്ടികളായിരുന്നു. ഇനി ഒരാൾക്ക് കൂടി കയറാനുള്ള ഇടം അതിലില്ല. നമ്മളെങ്ങനെ ഇതിൽ കയറും, ഈർക്കിൽക്കുട്ടൻ ചോദിച്ചു. കുഞ്ഞൂട്ടൻ സംശയിച്ചു നിന്നു. എങ്ങനെയും കയറിയേ പറ്റൂ. ഈ വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വർഷമേ കഴുതവണ്ടി വരൂ, ഈർക്കിൽക്കുട്ടൻ പറഞ്ഞു. അവരിരുവരും ആ വണ്ടിയിൽ ഒതുങ്ങി കയറി. കഴുത വണ്ടിക്കാരൻ അവർക്ക് ചെറിയൊരു ഇടമുണ്ടാക്കി കൊടുത്തു ഇരിക്കാൻ. പോയിട്ട് നിൽക്കാനുള്ള ഇടം പോലും അതിലില്ലായിരുന്നു. കഴുതകളെ കണ്ടപ്പോൾ കുഞ്ഞൂട്ടന് ഒരു കുസൃതി തോന്നി. അവൻ അതിലൊന്നിൻ്റെ പുറത്ത് കയറിയിരിക്കാൻ നോക്കി. അസ്വസ്ഥനായ കഴുത അവനെ തട്ടിത്തെറിപ്പിച്ചു. അത് കണ്ട് കുട്ടികൾ ആർത്ത് ചിരിച്ചു. കഴുതവണ്ടിക്കാരൻ കഴുതയുടെ അഹങ്കാരം അത്ര രസിച്ചില്ല. അയാൾ ആ കഴുതയുടെ ചെവികളും കടിച്ചു മുറിച്ചു. കഴുത വേദന കൊണ്ട് പുളഞ്ഞു. അയാൾ കുഞ്ഞൂട്ടനോട് പറഞ്ഞു. അഹങ്കാരിയായ കഴുതയെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിനക്ക് ധൈര്യമായി അതിൻ്റെ പുറത്ത് കയറാം. അതനുസരിച്ച് കഴുതപ്പുറത്തെ ആ ഇരിപ്പ് അവൻ നിരസിച്ചു. കുട്ടികൾ ആർത്ത് രസിച്ചു. ആടിയും പാടിയും ഇരുന്നു. കഴുതവണ്ടി അജ്ഞാതമായ വഴികളിലൂടെ കളിനാടിനിലേക്ക് കുതിച്ചു.